ഹലോ കൂട്ടുകാരെ, വൈകുന്നേരം കുഞ്ഞുങ്ങൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന ഒരു ടേസ്റ്റി സ്നാക്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് ഇന്ന് വന്നിട്ടുള്ളത്. നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ വെച്ച് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയുന്ന ഒരു റെസിപ്പിയാണ്. ഞാനിവിടെ 3 മീഡിയം സൈസിലുള്ള ഏത്തയ്ക്കാണ് എടുത്തിരിക്കുന്നത്. ഒരുപാട് പച്ചയല്ല, ഒരുപാട് പഴുത്തല്ലാത്ത ഏത്തയ്ക്ക എടുക്കാൻ ശ്രദ്ധിക്കണം. ഏത്തയ്ക്ക ഒരു കുട്ടുകത്തിൽ വെച്ച് വേവിക്കാൻ വെക്കുക. ഈ സമയം കൊണ്ട് നമുക്കൊരു അരമുറി തേങ്ങ തിരികെ എടുത്ത് അതിലേക്ക് 3-4 ഏലക്കയും 2 ടേബിൾ സ്പൂൺ പഞ്ചസാരയും ഒരല്പം നെയ്യും ചേർത്ത് അതൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഏത്തയ്ക്കയ്ക്ക് ആവശ്യത്തിന് മധുരം ഉള്ളത് കൊണ്ട് അധികം മധുരം ചേർക്കേണ്ട ആവശ്യമില്ല. ഈ സമയം കൊണ്ട് ഏത്തയ്ക്കയൊക്കെ വെന്ത് അതൊന്ന് തണുപ്പിച്ചെടുത്ത ശേഷം അതൊരു പാത്രത്തിലിട്ട് നന്നായി ഒന്ന് ഉടച്ചെടുക്കണം. ചൂട് പോയതിന് ശേഷം ഉടയ്ക്കാൻ ശ്രദ്ധിക്കുക, അല്ലെങ്കിൽ കയ്യിലൊക്കെ നല്ല ചൂടിടിക്കും. അതിലേക്കൊരു 2 ടേബിൾ സ്പൂൺ മൈദാപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് ചപ്പാത്തിക്ക് കുഴയ്ക്കുന്ന പരുവത്തിൽ കുഴച്ചെടുക്കുക. ഒരുപാട് ഹാർഡായി പോവാതിരിക്കാൻ ശ്രദ്ധിക്കണം. ഇതിലേക്ക് കുറച്ച് നെയ്യും കൂടെ ചേർത്താൽ കുറച്ച് സോഫ്റ്റായി കൺസിസ്റ്റൻസിയിൽ നമുക്കത് കുഴച്ചെടുക്കാൻ കഴിയും. നല്ലതുപോലെ കുഴച്ചൊക്കെ എടുത്ത ശേഷം നെല്ലിക്ക വലുപ്പത്തിൽ ഓരോ ഉരുളയെടുത്ത് അത് നമ്മുടെ കയ്യിൽ വെച്ച് ഇലയപ്പത്തിന് പരത്തുന്ന പോലെ പരത്തുക. അതിലേക്ക് വേണം നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന മിക്സ് വെക്കാനായിട്ട്. നമ്മുടെ കൈവെള്ളയെ വെച്ച് പരത്തിയ ശേഷം അതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്ന തേങ്ങയുടെ മിക്സോടെ ചേർത്ത് നന്നായി ഒന്ന് ഉരുട്ടിയെടുക്കുക. ഇത് നമുക്ക് ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം. നമ്മളിവിടെ നീളത്തിലാണ് ഉരുട്ടിയെടുക്കുന്നത്. എല്ലാം അതുപോലെ ഉരുട്ടിയെടുത്ത ശേഷം ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് ചൂടാക്കി അതിലേക്ക് വറുത്തെടുക്കാൻ ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് എണ്ണ ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഈ ഓരോ ബോൾസും അതിലേക്കിട്ട് നന്നായി ഒന്ന് വറുത്തെടുക്കുക. ഒരുപാട് ഡീപ്പ് ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. നമുക്കൊരു ഗോൾഡൻ ബ്രൗൺ കളർ കിട്ടിയാൽ മതി. കാരണം ഏത്തയ്ക്ക ഓൾറെഡി നമ്മൾ വേവിച്ചതാണ്. എല്ലാം ഒന്ന് വറുത്ത് കോരിയെടുത്ത് തണുത്തതിന് ശേഷം അല്ലെങ്കിൽ ചൂടോടെയോ സെർവ് ചെയ്യാവുന്നതാണ്. കുട്ടികൾക്ക് എന്തായാലും ഇഷ്ടപ്പെടുന്ന ഒരു സ്നാക്സാണ്. റെസിപ്പി ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. ഇതുപോലുള്ള റെസിപ്പികൾക്കായി ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കല്ലേ. അപ്പോൾ അടുത്ത റെസിപ്പിയായിട്ട് വീണ്ടും കാണുന്നതുവരെ ടാറ്റ ബൈ ബൈ, സീ യു.